ഹായുടെ മക്കളെ ശ്രീഭാമ മിസ് ആണ്. എല്ലാവരും ഉഷാറായിട്ട് അടിപൊളിയായിട്ടിരിക്കുന്നതിനെ വിചാരിക്കുന്നു. ഇന്ന് മിസ് വന്നത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആകുന്ന ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ മെറ്റീരിയൽ അറൗണ്ടസ് എന്ന് പറയുന്ന അടിപൊളി ചാപ്റ്ററിലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് പഠിച്ചാലോ? യെസ്. അപ്പൊ നമ്മുടെ കേസ് പറയുകയാണെങ്കിൽ ഞാൻ ഇവിടെ കുറേ സാധനങ്ങൾ അവിടെ കൂട്ടിക്കലർത്തി കൈ പിടിക്കുന്നുണ്ട് കേട്ടോ. പല സാധനങ്ങൾ, ലാപ്പ്, നമ്മുടെ ഐപാഡ് ഉണ്ട്, ഇതെന്റെ മൊബൈൽ ഫോൺ ഉണ്ട്, ഈ പെന്നിരിപ്പുണ്ട്, ഇത് എല്ലാ സാധനം കൂടി ഞാൻ കൂട്ടിക്കലർത്തി കൈ പിടിച്ചേക്കാം. ഇതേ സമയത്ത് ഇപ്പൊ ഇതേപോലെ ഇതിനകത്ത് വേറൊരു പെണ്ണുണ്ട്. അപ്പൊ ആ പെണ്ണ് രണ്ടും കൂടെ ഞാനൊരു കൂട്ടമാക്കി. മൊബൈൽ ഫോൺ വേറെ ഉണ്ടെങ്കിൽ അത് ഞാനൊരു കൂട്ടമാക്കി. ഈ ഐപാഡ് പോലുള്ള സാധനങ്ങളെ ഞാൻ വേറൊരു കൂട്ടമാക്കി. അങ്ങനെ കൂട്ടാക്കിയിട്ട് നമ്മൾ എല്ലാവരും വെക്കാറില്ലേ? നമ്മൾ എപ്പോഴും ചെയ്യുന്ന പരിപാടിയാ. കുറേ അവിടെ ഇവിടെ ഇപ്പൊ റൂമിലൊക്കെ കച്ചറ വിച്ചറായിട്ട് കിടക്കുന്ന സാധനങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യും? ഒരേപോലുള്ള സാധനങ്ങളൊക്കെ അങ്ങനെ സെറ്റാക്കി വെക്കും ഇല്ലേ? നമ്മുടെ ലൈഫിൽ നമ്മൾ ചെയ്യുന്ന പൽമിറയുടെ കേസ് നോക്കുകയാണെങ്കിൽ ജീൻ ഒരു ഭാഗത്ത്, നിങ്ങളുടെ യൂണിഫോം ഒരു ഭാഗത്ത്, ഷർട്ട് ഒരു ഭാഗത്ത്, എല്ലാം അങ്ങനെ സെറ്റാക്കി വെക്കില്ലേ? ശരിക്കും അത് എന്തിന്റെ ബേസിൽ അങ്ങനെ വെക്കുന്നേ? നമുക്കിങ്ങനെ കാണുന്നതിന്റെ ബേസിൽ ചിലപ്പോൾ അതിന്റെ ലുക്ക് വൈസ് ആയിരിക്കാം, ചിലപ്പോൾ അതിന്റെ ഷേപ്പ് വൈസ് ആയിരിക്കാം, ചിലപ്പോൾ അതിന്റെ എന്താ പറയാ മൊത്തത്തിലുള്ള ഓവറോൾ ലുക്ക് അനുസരിച്ചായിരിക്കാം, പല രീതിയിൽ നമ്മൾ കളർ അനുസരിച്ചായിരിക്കാം അല്ലേ? അങ്ങനെയാണെങ്കിൽ നമുക്കൊരു എക്സ്പെരിമെന്റ് നോക്കേ. ഗ്രൂപ്പ് ദി ഒബ്ജക്റ്റ് ഷോൺ ദി സ്പീക്കർ. ഇവിടെ കുറേ സാധനം ഇതേപോലെ പല സാധനങ്ങൾ തന്നിട്ടുണ്ട്. നോക്ക്, സ്കെയില്, ബുക്ക് ആൻഡ് അതേപോലെ പെൻസില്, പെന്ന്, സ്പൂണ്, ഗ്ലാസ്, പല ഐറ്റംസ് അങ്ങനെ അവിടെ ഇവിടെ ആയിട്ട് നിങ്ങൾക്ക് തന്നിട്ട് നിങ്ങളോട് പറയുകയാണ്, ഇതിനെ നിങ്ങൾക്ക് ഷേപ്പിനനുസരിച്ചോ കളറിനനുസരിച്ചോ ഹാർഡ്നെസ്, നല്ല ഹാർഡായിട്ടുള്ള സാധനങ്ങള്, സോഫ്റ്റ് ആയിട്ടുള്ള സാധനങ്ങൾ എന്നുള്ള രീതിയിലോ, അല്ലെങ്കിൽ ഷൈൻ ചെയ്യുന്ന സാധനങ്ങള്, ഡൾ ആയിട്ടുള്ള സാധനങ്ങള്, അങ്ങനെയോ എന്ത് ബേസിലാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഈ സാധനങ്ങളെ നിങ്ങൾക്ക് വേണമെങ്കിൽ ക്ലാസിഫൈ ചെയ്യാൻ പറഞ്ഞാൽ ഇതിനെന്താണ്? ക്ലാസിഫിക്കേഷൻ എന്നാണ് ഇതിനെ പറയാ. നമുക്ക് ഓരോരോ ഗ്രൂപ്പ് ആക്കി തിരിക്കാം. അത് പല രീതിയിലാണ്, പല ഒബ്ജക്റ്റും പല രീതിയിലാണ്. ഇപ്പൊ ഈ ഒരു സ്പൂൺ എന്ന് പറയുന്ന ഒരു മെറ്റലിന്റെ സ്പൂണാണ്. അതേസമയത്ത് ഈ ഒരു സ്കെയിൽ നമുക്ക് ഈ പ്ലാസ്റ്റിക് കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ളതാ. ഇത് നോക്ക്, പേപ്പർ കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ളതാ. അപ്പൊ പല സാധനങ്ങളും പല കൂട്ടാക്കാം. അത് ഏത് ബേസിലും നമുക്ക് ഉണ്ടാക്കാം. ഇതിൽ നോക്കുമ്പോൾ തന്നെ ഷേപ്പ് ഒരേപോലെയുള്ള സാധനങ്ങൾ ഉണ്ടായിരിക്കാം, ഒരേ കളർ കാണിക്കുന്ന സാധനങ്ങൾ ഉണ്ടായിരിക്കും. അപ്പൊ യെല്ലോ കളർ ഉണ്ടെങ്കിൽ യെല്ലോ കളർ തന്നെ, ഓറഞ്ച് ആണെങ്കിൽ ഓറഞ്ച് കളറിനനുസരിച്ച് ചെയ്യാൻ പറ്റും ഇല്ലേ? ഡൾ ആയിട്ടുള്ള സാധനങ്ങള്, നല്ല ഷൈനിങ് ആയിട്ടുള്ള സാധനങ്ങള്, അങ്ങനെ പല രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇതിനെ ക്ലാസിഫൈ ചെയ്യാൻ വേണ്ടി പറ്റും അല്ലെ? സോ ഒബ്ജക്ട് ക്യാൻ ബി ഗ്രൂപ്പ് ബേസ്ഡ് ഓൺ ദ സിമിലാരിറ്റി ഇൻ ദെയർ പ്രോപ്പർട്ടി ലൈക്ക് ഷേപ്പ്, കളർ, ടെക്സ്ചറിനനുസരിച്ച് സ്മൂത്ത് ആണോ, റഫ് ആണോ, ഹാർഡ്നെസ്, ഹാർഡ് ആണോ, സോഫ്റ്റ് ആണോ, അതേപോലെ മെറ്റീരിയൽ ടൈപ്പ്, മെറ്റൽ ആണോ, പ്ലാസ്റ്റിക് ആണോ, ഇതിനൊക്കെ അനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒബ്ജക്റ്റുകളെ ക്ലാസിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പൊ നമ്മുടെ വീട്ടിൽ നമ്മൾ പോലും അറിയാതെ ചെയ്യുന്നതും ക്ലാസിഫിക്കേഷനാണ്. അൽമിറയിൽ ഓരോരോ സാധനങ്ങൾ സെറ്റ് ചെയ്ത് വെക്കുന്നത് എന്താണ്? നമ്മൾ ജീന് പറയുമ്പോൾ ജീന് പോലെയുള്ള സാധനങ്ങൾ മാത്രം എടുത്ത് വെക്കും, സ്കേർട്ട് പറഞ്ഞാൽ സ്കേർട്ട് മാത്രം എടുത്ത് വെക്കും. അവിടെ നമ്മൾ ചെയ്യുന്നത് നമ്മൾ പോലും അറിയാതെ ക്ലാസിഫിക്കേഷൻ ആണ്. ഫോർ എക്സാമ്പിൾ, സോഫ്റ്റ് ഐറ്റംസ് ലൈക്ക് കോട്ടൺ or sponge are classified as സോഫ്റ്റ് ആയിട്ടുള്ള ഐറ്റംസ് അല്ലേ? ഇപ്പൊ ഈ കോട്ടൺ, നമ്മൾ കോട്ടൺ പോലെയുള്ള കുഞ്ഞു പഞ്ഞി പോലെയുള്ള സാധനങ്ങൾ, പിന്നെ സോഫ്റ്റ് ആയിട്ടുള്ള സ്പോഞ്ച് പോലെയുള്ള സാധനങ്ങളൊക്കെ എന്താ മക്കളെ? സോഫ്റ്റ് ഐറ്റംസിൽ വരും. അതേ സമയത്ത് സ്റ്റോണിനെ എനിക്ക് പെടുത്താൻ പറ്റുമോ? ഇല്ല. സ്റ്റോൺ ആണെങ്കിലും വലിയ മെറ്റലിന്റെ പീസുകളൊക്കെ ആണെങ്കിലും എന്താണ്? അത് ഹാർഡ് ആയിട്ടുള്ളതല്ലേ നമുക്ക് പെടുത്താൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ അല്ലെ? സോ സോഫ്റ്റ്, ഹാർഡ് എന്നുള്ള രീതിയിൽ ക്ലാസിഫൈ ചെയ്യാം. ആൻഡ് യു മസ്റ്റ് ഹാവ് നോട്ടീസ് ദാറ്റ് an object can be made from different material and some material can be used to make more than one object. അല്ലെ? അപ്പൊ നിങ്ങൾക്ക് എന്ത് നോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുണ്ട്? ഒബ്ജക്ട് ക്യാൻ ബി മെയ്ഡ് ഫ്രം ഡിഫറെന്റ് മെറ്റീരിയൽ. പല മെറ്റീരിയൽ ഉപയോഗിച്ചാൽ പലതും ഉണ്ടാക്കിയിട്ടല്ലേ അല്ലേ? നമ്മുടെ ടിഷ്യൂ ഉണ്ടാക്കിയത് പേപ്പർ വെച്ചിട്ടാണെങ്കിൽ, എന്റെ ഇപ്പൊ എന്താ പറയാ മൊബൈൽ ഫോൺ ഉണ്ടാക്കിയിട്ടുള്ള വേറെ പല സാധനങ്ങൾ വെച്ചിട്ടാണ്, പെണ്ണാണെങ്കിൽ വേറെ പല സാധനങ്ങൾ വെച്ചിട്ടാണ്, അങ്ങനെ പല രീതിയിൽ പല സാധനങ്ങൾ വെച്ചിട്ടാണ് ഇതെല്ലാം ഉണ്ടാക്കിയിട്ടുള്ളത്. ഇതിന് നമുക്ക് പറയാം ക്ലാസിഫിക്കേഷൻ. എന്താ പറയാ? ക്ലാസിഫിക്കേഷൻ എന്ന് പറയാം കേട്ടോ. അപ്പൊ എന്താണ് ക്ലാസിഫിക്കേഷൻ? ദ മെത്തേഡ് ഓഫ് അറേഞ്ചിങ് ദ ഒബ്ജക്റ്റ് ഇൻ ടു ഗ്രൂപ്പ് ആയിട്ട് തിരിക്കാം ഇല്ലേ? ഇപ്പൊ നിങ്ങളുടെ ഇവിടെ തന്നെ ചിലപ്പോൾ നിങ്ങളുടെ ക്ലാസ്സിൽ തന്നെ ഗ്രൂപ്പായി തിരിക്കില്ലടാ. കുറച്ച് പേര് ഒരു ഗ്രൂപ്പ്, റോൾ നമ്പർ അനുസരിച്ച് 1 to 10 വരെ ഒരു ഗ്രൂപ്പ്, 10 to 11 വരെ ഒരു, 10 to 20 വരെ ഒരു ഗ്രൂപ്പ് ആക്കില്ലേ? അതുപോലെയൊക്കെ ക്ലാസിഫിക്കേഷൻ ആണ്. ഒബ്ജക്ട് ക്യാൻ ബി ക്ലാസിഫൈഡ് ഓൺ ദ ബേസിസ് ഓഫ് കോമൺ പ്രോപ്പർട്ടി ദാറ്റ് ദേ യൂസ്. സിമിലർലി വി ക്യാൻ ക്ലാസിഫൈ ദ മെറ്റീരിയൽ ബേസ്ഡ് ഓൺ സർട്ടൻ പ്രോപ്പർട്ടി. ഇതുപോലെയുള്ള ഏതെങ്കിലും പ്രോപ്പർട്ടി യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഓരോരോ ഒബ്ജക്റ്റുകളെയും ക്ലാസിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുമെന്നാണ് പറയുന്നത്. സെറ്റ് അല്ലേ? റെഡി അല്ലേ? അപ്പൊ ഇന്ന് നമ്മൾ ക്ലാസിഫിക്കേഷൻ എന്താണെന്നുള്ളത് പഠിച്ചു. ഓരോന്നിനെ ഗ്രൂപ്പ് ആക്കുന്ന കാര്യങ്ങൾ സെറ്റായിട്ട് പഠിച്ചിട്ടുണ്ട്. അപ്പൊ അടിപൊളിയായിട്ട് ഇത് പഠിക്കുക, മിടുക്കരായിട്ട് ഇത് പഠിക്കുക. ഇതുപോലെയുള്ള ഇൻട്രസ്റ്റിംഗ് ടോപ്പിക് ആയിട്ട് ഇനിയും മിസ് വരാം. അപ്പൊ അതുവരേക്കും ബൈ.